വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6ന്റെ അതായത് ജൂലൈ 25 ബാച്ചിന്റെ എക്സാം ഡേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം 12-ാം തീയതിയാണ് എക്സാം വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എക്സാം ടൈം ടേബിൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാം ആണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6 ബാച്ചിന്റെ അതായത് 2025 ജൂലൈ ബാച്ചിന്റെ എക്സാം ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന്റെ ടൈം ടേബിൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്ക് എക്സാം വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മലയാളം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 12-ാം തീയതിയാണ്. 12/9/2026 ചെറുകഥാ സാഹിത്യമാണ് ഫസ്റ്റ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ 20/9/2026 രണ്ടാമത്തെ എക്സാം വരുന്നത്. ഇപ്പൊ നമുക്ക് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഒരുപാട് ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട്. ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു 20-ാം തീയതിക്ക് ശേഷം പിന്നീട് എക്സാം വരുന്നത് 26-ാം തീയതിയാണ്. അതുപോലെ തന്നെ 4-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കാം. ഇപ്പൊ നമുക്ക് 12-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത്, അതായത് 12-ാം തീയതി സാറ്റർഡേ വരുന്ന എക്സാം ആണ് ചെറുകഥാ സാഹിത്യം എന്ന് പറയുന്ന പേപ്പറാണ്. അതുപോലെ തന്നെ 20-ാം തീയതിയാണ് പിന്നെ മറ്റൊരു എക്സാം വരുന്നത്, സൺഡേ ആണ്, സംസ്കൃത ഭാഷാ പരിചയമാണ്. അതുപോലെ തന്നെ 20-ാം തീയതി കഴിഞ്ഞ പിന്നെ ഒരു 1 വീക്ക് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 26/9/2026 1 വീക്കിന് ശേഷമാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക. സാറ്റർഡേ തന്നെയാണ് എക്സാം വരുന്നത്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ് നമുക്ക് വരുന്ന പേപ്പർ. അതുപോലെ ഈ ഒരു 26-ാം തീയതിക്ക് ശേഷം പിന്നീട് 4/10/2026 സൺഡേ ആണ് മറ്റൊരു എക്സാം വരുന്നത്. ഇതിനകത്ത് നമുക്ക് 4-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ക്രിമിനോളജി എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പൊ ഇത്രയും എക്സാം, ആകെ 4 എക്സാം ആണ് ഉണ്ടായിരിക്കുക. ഒരുപാട് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് എല്ലാവരും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും. പിന്നെ നോർമലി നമുക്കിപ്പം എക്സാം ടൈം വരുന്നത് മോർണിംഗിലായിരിക്കും. ഒരു 10 മണി തൊട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 12-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ 12-ാം തീയതി മുതൽ 20-ാം തീയതി വരുന്ന എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ്. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം പ്രോപ്പറായിട്ട് എഴുതിയെടുക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 3 hours ആണ് എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് 26-ാം തീയതി മുതൽ 4-ാം തീയതി വരെ വരുന്ന എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് 10 മണി, രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. അപ്പോൾ 2 മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാം. അപ്പോൾ എക്സാം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാംസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ വേണം നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ടൈം ഉണ്ട്. അപ്പം മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്